ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിലും നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീട്ടിൽ എപ്പോഴുമുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒട്ടും ഓയിലൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒത്തിരി ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിലാണ് 2 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കുന്നത്. മട്ട അവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ള അവിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അവിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. അവിലൊന്ന് കയ്യിലെടുക്കുമ്പോൾ ഒന്ന് പൊട്ടുന്ന പാകമാകുന്നവരെ ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ അവിലെല്ലാം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശം മാറുന്നതുവരെ ജസ്റ്റ് 1-2 മിനിറ്റും കൂടെ ഒന്ന് വറുത്തിട്ട് എടുക്കണം. ഇതിപ്പോൾ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് മാറി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഈ പാനിൽ തന്നെ ഇത് വെച്ചിരിക്കരുത്, എന്നാൽ അവിലും തേങ്ങയൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാനാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള പഴമാണ്. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമുണ്ടെങ്കിൽ അത് വേണം എടുക്കാനായിട്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായി അതേ പാൻ തന്നെയാണ് ഞാനിവിടെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കാഷ്നട്ട് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. കിസ്മിസും കാഷ്നട്ടൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. കിസ്മിസും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. കിസ്മിസും കാഷ്യൂയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴമാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഒരുപാട് പഴമങ്ങ് വേവിച്ച് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നതുവരെ പഴമൊന്ന് വാട്ടിയെടുത്താൽ മതിയാകും. ഇതിപ്പോൾ പഴത്തിൻ്റെ കളറെല്ലാം ജസ്റ്റ് ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവിലും തേങ്ങയും നന്നായിട്ട് ഇനി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം. ഇതിപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട, ഒരു ചെറിയ തരിതരിപ്പോട് കൂടി വേണം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3/4 കപ്പ് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിലാണ് 3/4 കപ്പ് പൊടിച്ച ശർക്കര എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. ശർക്കര ഒരു നൂൽ പാകമൊന്നും ആകേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തന്നെ ശർക്കര ഒന്ന് തിളച്ച് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതിയാകും. ഇതിപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ അരിച്ചതിന് ശേഷം ഈ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കരപ്പാനി ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരണം. അതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സായി വന്നതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് ഇനി ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. അതിന് ശേഷം നമുക്കതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള അവിലിൻ്റെയും തേങ്ങയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം.
ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ആ ശർക്കര പാനിൽ ഈ അവിലും തേങ്ങയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് യോജിച്ച് പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അവിലായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് തിക്കായി കിട്ടും. ഒരുപാട് സമയത്തിൻ്റെയൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇതിപ്പോൾ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് വഴറ്റി വെച്ചിട്ടുള്ള പഴവും ആ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. പഴവും നട്ട്സും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പ്ലേറ്റിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഇതുപോലുള്ളൊരു കേക്കിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പ്ലേറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പാച്ചില കൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റൂം ടെമ്പറേച്ചറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ 1 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതിൻ്റെ സൈഡെല്ലാം ഒരു സ്പാച്ചില കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്കിതുപോലെ പ്ലേറ്റിലേക്ക് ഒന്ന് തട്ടിക്കൊടുക്കാം. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല ടേസ്റ്റിയും ഈസി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒത്തിരി ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.